ഫ്രീഡം ഫൈറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. അവസാനം പലസ്തീനിൽ യുദ്ധവിരാമം. അതെ, ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നിരിക്കുന്നു. ആദ്യം മോചിപ്പിക്കുന്ന 3 ബന്ദികളുടെ പട്ടിക ഹമാസ് കൈമാറിയതോടെയാണ് ഇസ്രായേൽ വെടിനിർത്തലിന് തയ്യാറായത്. 3 മണിക്കൂർ നീണ്ട അനിശ്ചിതത്വം അവസാനിപ്പിച്ച് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരികയായിരുന്നു. ഇന്ത്യൻ സമയമനുസരിച്ച് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 12 മണിക്ക് വെടിനിർത്തൽ നിലവിൽ വരേണ്ടതായിരുന്നു. എന്നാൽ അനിശ്ചിതത്വങ്ങൾ നീങ്ങി 2:45 കരാർ പ്രാബല്യത്തിൽ വന്നത്. പട്ടിക കൈമാറാത്തതിനെ തുടർന്ന് വെടിനിർത്തൽ കരാർ നടപ്പാകില്ലെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയിരുന്നു. വെടിനിർത്തൽ കരാറിൽ ശ്രദ്ധിക്കപ്പെട്ടത് ഈ 3 പേരാണ്: ഡോറോൺ സ്റ്റൈൻ ബ്രഞ്ചർ, എമിലി ധമാരി, റോമി ഗോനെൻ. ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിന് വിരാമമിട്ടിട്ടുള്ള വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായുള്ള ബന്ദി കൈമാറ്റത്തിൽ ഹമാസ് ആദ്യം മോചിപ്പിക്കുന്ന 3 പേർ ഇവരാണ്. ഇസ്രയേൽ പ്രാദേശിക സമയം വൈകിട്ട് 4 ഇവരെ റെഡ് ക്രോസിന് കൈമാറി. റെഡ് ക്രോസിൽ നിന്ന് ഇവരെ ഇസ്രായേൽ സൈന്യം ഏറ്റുവാങ്ങി. തുടർന്ന് യുവതികളെ ടെൽ അവീവിലെ ഷെബ മെഡിക്കൽ സെന്ററിൽ പരിശോധനയ്ക്ക് എത്തിക്കുകയായിരുന്നു. ആരൊക്കെയാണ് ഈ 3 യുവതികൾ? ഇസ്രായേൽ റുമേനിയൻ പൗരയായ ഡോറോൺ വെറ്റിനറി നഴ്സാണ്. 2023 ഒക്ടോബർ 7 ഇസ്രായേൽ അതിർത്തി കടന്ന് ഹമാസ് നടത്തിയ ആക്രമണത്തിൽ ഇവരെ വീട്ടിൽ നിന്ന് കടത്തിക്കൊണ്ടുപോവുകയായിരുന്നു. ഡോറോൺ ജീവിച്ചിരിപ്പുണ്ടെന്ന് ജനുവരിയിലാണ് വിവരം ലഭിച്ചത്. അന്ന് ഹമാസ് പുറത്തുവിട്ട വീഡിയോയിൽ മറ്റ് 2 ബന്ദികൾക്കുമൊപ്പം ഡോറോന്റെ ദൃശ്യങ്ങളും ഉണ്ടായിരുന്നു. റോമി ഗോനെൻ. വെറും 24 വയസ്സു പ്രായമേ അവൾക്കുള്ളൂ. നോവ സംഗീത നിശയിൽ പങ്കെടുക്കുന്നതിനിടെയാണ് റോമിയെ ഹമാസ് ബന്ദിയാക്കുന്നത്. ആക്രമണത്തിൽ റോമിയുടെ കാലിനും കൈക്കും വെടിയേറ്റിരുന്നു. ഒപ്പമുണ്ടായിരുന്ന ഇവരുടെ 2 സുഹൃത്തുക്കൾ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തു. പരിക്കേറ്റ റോമിയെ വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോകുന്ന വീഡിയോയും അന്ന് പുറത്തു വന്നിരുന്നു. ആക്രമണത്തിൽ റോമിയുടെ കൈയുടെ സ്വാധീനം നഷ്ടപ്പെട്ടുവെന്നാണ് വിവരം. ഇവരുടെ വിരലുകൾ ചലിപ്പിക്കാനാവില്ലെന്നും കൈയുടെ നിറം മാറുന്നുവെന്നും റോമിയുടെ കുടുംബത്തെ ഉദ്ധരിച്ച് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ബ്രിട്ടീഷ് ഇസ്രായേൽ പൗരത്വമുള്ള എമിലിയെ ഫാർ അസയിലെ അപ്പാർട്ട്മെന്റിൽ നിന്നാണ് ഹമാസ് ബന്ദിയാക്കുന്നത്. ഇവിടെ താമസിച്ചിരുന്ന 37 പേരെയും ഹമാസ് പിടികൂടിയിരുന്നു. ബന്ദികളിലെ ഏക ബ്രിട്ടീഷ് പൗരയാണ് എമിലി. എമിലിയുടെ കൈക്കും വെടിയേറ്റിരുന്നു, കാലിനും മുറിവേറ്റു. എമിലിയുടെ സ്വന്തം കാറിലാണ് ഇവരെ തട്ടിക്കൊണ്ടുപോയത്. 15 മാസങ്ങൾ നീണ്ടുനിന്ന യുദ്ധത്തിനു ശേഷമാണ് ഗാസയിൽ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിലെത്തുന്നത്. വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടമായി ബന്ദികളാക്കിയ 3 ഇസ്രായേലി സ്ത്രീകളെ മോചിപ്പിക്കുമെന്ന് ഹമാസിന്റെ സായുധ വിഭാഗമായ എസദീൻ അൽ ഖസാം ബ്രിഗേഡ്സ് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപായിരുന്നു വ്യക്തമാക്കിയത്. ഹമാസ് മോചിപ്പിക്കുമെന്ന് പറയുന്നവരുടെ പേരും വിവരങ്ങളും ലഭിക്കാതെ യുദ്ധം അവസാനിക്കില്ലെന്ന് ഞായറാഴ്ച രാവിലെയും ഇസ്രായേൽ അറിയിച്ചിരുന്നു. ഇതോടെ വെടിനിർത്തൽ കരാറിന്റെ കാര്യത്തിൽ അനിശ്ചിതത്വം ഉയരുകയായിരുന്നു. തടവിലുള്ള 33 ഇസ്രായേലി ബന്ദികളെ മോചിപ്പിക്കുമെന്നാണ് ഹമാസ് വെടിനിർത്തൽ കരാറിൽ അറിയിച്ചിരിക്കുന്നത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ഖത്തർ, ഈജിപ്ത് എന്നീ രാജ്യങ്ങളുടെ പ്രതിനിധികൾ ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായി മണിക്കൂറുകളോളം നടത്തിയ ചർച്ചയെ തുടർന്നായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വെടിനിർത്തൽ കരാറിന് വഴങ്ങിയത്. ഒക്ടോബർ 7 സായുധ ഫലസ്തീൻ സംഘം ഇസ്രായേലിനെ ആക്രമിച്ചതിനു പിന്നാലെ ആരംഭിച്ച സംഘർഷത്തിനാണ് ഒടുവിൽ ആശ്വാസമായിരിക്കുന്നത്. 15 മാസം നീണ്ടുനിന്ന ഏറ്റുമുട്ടലുകൾക്കാണ് ഇസ്രായേൽ ഹമാസ് സമാധാന കരാറോടെ അവസാനമാകുന്നത്. 2023 ഒക്ടോബർ 7 ഇസ്രായേലിൽ കടന്നുകയറി ഹമാസ് നടത്തിയ സമാനതകളില്ലാത്ത ആക്രമണമാണ് യുദ്ധത്തിനിടയാക്കിയത്. കര, വ്യോമ, കടൽ മാർഗം ഇസ്രായേലിലേക്ക് നുഴഞ്ഞുകയറിയ ഹമാസ് അംഗങ്ങൾ 1200ഓളം പേരെ കൊന്നൊടുക്കി. 251 പേരെ തട്ടിക്കൊണ്ടുപോയി. 360 ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തൃതിയുള്ള ഗാസയിൽ 23 ലക്ഷം പേരാണ് അധിവസിച്ചിരുന്നത്. ഈ നഗരത്തിൽ ഇസ്രായേൽ വിതച്ച നാശം വളരെ ഭീകരമാണ്. ഒന്ന് പ്രതിരോധിക്കാൻ പോലുമാകാതെ ഗാസ ജനത അനുഭവിച്ച യാതന വാക്കുകൾക്കതീതമാണ്. പശ്ചിമേഷ്യയെ മുഴുവൻ യുദ്ധത്തിന്റെ മുൾമുനയിൽ നിർത്താനും ഗാസയിലെ ഏറ്റുമുട്ടലിന് സാധിച്ചു.
ഫ്രീഡം ഫൈറ്റ് ന്യൂസിനു വേണ്ടി രമ്യ അവിനാഷ്, കോഴിക്കോട്.